ഗസ്റ്റ് ഹൌസിൽ നിന്ന് തിരക്കിട്ടിറങ്ങുന്നതിനിടയിലാണ് കെ ശൈലജ ടീച്ചറെ കണ്ടത്. വളരെ പ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെയാണ് അവർ സംസാരിച്ചത്. എല്ലാ മന്ത്രിമാരും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കേരളത്തെ ഒരു പുതിയ കേരളമാക്കി മാറ്റാനുള്ള, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഭഗീരഥ പ്രയത്നമായിരിക്കും അടുത്ത 5 വർഷം. അതിനുള്ള ചുവടുവെപ്പായിട്ടാണ് ഞാനതിനെ കാണുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിനെ എങ്ങനെ കാണുന്നുവെന്ന ചോദ്യത്തിനും അവർ കൃത്യമായ മറുപടി നൽകി. ആത്മവിശ്വാസമുണ്ട്. ഇതെല്ലാം കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനമായിട്ടാണ് വരിക. കാരണം പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി നിർവഹിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സംഘടനാ രംഗത്ത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായാലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഘടനയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയാലും ആ ഉത്തരവാദിത്തമൊക്കെ അതിനും കുറേ ഹോംവർക്ക് ആവശ്യമാണ്. നന്നായിട്ട് ഗൃഹപാഠം ചെയ്തെങ്കിൽ മാത്രമേ ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ. മന്ത്രിയാകുന്നതോടെ എന്തിനായിരിക്കും മുൻഗണന കൊടുക്കുക എന്ന ചോദ്യത്തിന് സ്ത്രീ സുരക്ഷയ്ക്ക് തന്നെയാണ് മുൻഗണന നൽകുകയെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. ഞങ്ങളുടെ സംഘടന മാത്രമല്ല, മഹിളാ പ്രസ്ഥാനങ്ങളാകെ കേരളത്തിൽ നല്ല വിജിലൻ്റായിട്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാറുണ്ട്. അവരുടെ എല്ലാ സഹായത്തോടു കൂടി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ ഇടപെടൽ നടത്താൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനായി കുടുംബസമേതമാണ് ശൈലജ ടീച്ചർ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. സഫീറ മഠത്തിലകത്ത്, മീഡിയ 1, തിരുവനന്തപുരം.